വെള്ളച്ചാട്ടം എന്നുള്ള പറഞ്ഞ ഒരു പ്രദേശം, അവിടെ മനോഹരമായി വെള്ളം ചാടിക്കൊണ്ടിരുന്ന മലയിൽ നിന്ന് ഇപ്പോൾ വെള്ളച്ചാട്ടം ഇല്ല എന്ന് നാട്ടുകാർ നമ്മോട് പറഞ്ഞു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് പരിശോധിക്കുക എന്ന് ലക്ഷ്യം വെച്ച് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഈ കാറ്റാടിപ്പാറ എന്നായിരുന്നു നാട്ടുകാർ ഇതിനെ വിളിച്ചിരുന്നത്. അതിമനോഹരമായ സ്ഥലമായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. നയനമനോഹരം, ചുറ്റുപാടും എപ്പോഴും മഴക്കാലത്ത് പ്രത്യേകിച്ചും എപ്പോഴും വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടായിരുന്നൊരു സ്ഥലം. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ആ പേര് പോലും വന്നത്. അവിടെ ഇപ്പോൾ വലിയ തോതിലുള്ള അനധികൃതമായ ചില നിർമ്മാണങ്ങൾ നടക്കുന്നു എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. മുകളിലാണോ ഇത്? ഇത് നേരെ കാണുന്നത് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെ തന്നെ പോയി. ഈ വഴി കയറി കഴിഞ്ഞാൽ കൂടി വന്നൊരു 100 മീറ്റർ അത്രേ ഉള്ളൂ. ചാല് പോലെ സാധനങ്ങളാണ് ഈ ഇന്ത്യയുടെ വഴിയൊക്കെ. പക്ഷെ ഇപ്പോൾ എല്ലാം കൂടെ കെട്ടി നമുക്കിവിടെ വരാൻ പറ്റാത്ത അവസ്ഥയാക്കി ഇവിടെ. ഏതായാലും നമുക്ക് ആ പ്രദേശത്തേക്ക് നേരിട്ട് തന്നെ ചെന്ന് പരിശോധിക്കാനാണ് തീരുമാനം. ഈ കാണുന്ന കുളത്തിൽ വെള്ളം ഇവർ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഈ വെള്ളം ശേഖരിക്കുകയാണ്. ഈ ഭാഗത്തേക്ക് മഴ പെയ്യുമ്പോൾ അപ്പുറത്തേക്ക് പോകേണ്ട വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ട വെള്ളവും കൂടി അവർ ഇത്തരത്തിലുള്ള 4 കുളത്തോളം ഇവിടെ ഉണ്ട്. ഈ കുളങ്ങളിലേക്ക് അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. ആ വെള്ളം അതുകൊണ്ടാണ് വെള്ളച്ചാട്ടത്തിൽ പോവാതെ ഈ രീതിയിലേക്ക് വരുന്നത്. ഇത് പണ്ട് സ്വാഭാവികമായി ഒഴുകിക്കൊണ്ടിരുന്ന അരുവിനെയാണ് ഇപ്പോൾ തടഞ്ഞു നിർത്തിയിട്ട് ഈ രീതിയിലാക്കിയിരിക്കുന്നത്. പണ്ട് പാറയിലേക്ക് ഒരുപാട് വെള്ളം ഇതിലെ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ പണ്ട് കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഒരു തുള്ളി വെള്ളമല്ല അവിടെ. ഇതേപോലെ തടഞ്ഞിട്ടിരിക്കുകയാണ് മൊത്തം ഇവർ. നാട്ടുകാർ പറഞ്ഞത് ശരിവെക്കുന്നതാണ് ഈ റിസോർട്ടിലെത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ സ്വാഭാവികമായും താഴേക്ക് വരേണ്ട നീരൊഴുക്ക് ഇവിടെ കുളങ്ങളിൽ കെട്ടി നിർത്തിയിരിക്കുകയാണ്. മുകളിൽ ഒരു കുളമുണ്ട്, താഴ്ഭാഗത്ത് വേറൊരു കുളം, അങ്ങനെ 3-4 കുളങ്ങളായി കെട്ടി നിർത്തിയിരിക്കുകയാണ് ഈ മലയ്ക്ക് മുകളിൽ റിസോർട്ട് അധികൃതർ ചെയ്തിരിക്കുന്നത്. 20ഓളം കെട്ടിടങ്ങൾ ഇവിടെ വില്ലകൾ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ. കാരണം ഇങ്ങോട്ട് കയറി വരാൻ നമുക്ക് കഴിയില്ലായിരുന്നു. ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ ഉണ്ട്. അതിലൊന്നിലും തന്നെ പഞ്ചായത്തിന്റെ അധികൃതരുടെ ഒരു നമ്പറോ മറ്റ് വാർഡ് നമ്പറോ അങ്ങനെയുള്ള നമ്പറുകളൊന്നും തന്നെ കാണുന്നില്ല. അശാസ്ത്രീയവും അനിയന്ത്രിതവുമായ ടൂറിസം വയനാട്ടിലെ ജനങ്ങളെ കൊലക്ക് കൊടുക്കുമെന്ന് ഉറപ്പാണ്. പരിശോധനകൾ വേണം, കൃത്യമായ അന്വേഷണങ്ങൾ വേണം. നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ ജാഗ്രതയോടെ ഉണർന്നിരിക്കണം. ES ബിജുവിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, വയനാട്.